ഹലോ, ഞാനിന്നിവിടെ കപ്പലണ്ടി മിഠായിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ചേരുവകൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 2 കപ്പ് കപ്പലണ്ടി, തൊലി കളഞ്ഞ് 2ആയി പിളർന്ന കപ്പലണ്ടി, അതുപോലെ 1 ഗ്ലാസ് ശർക്കര. 2 കപ്പ് കപ്പലണ്ടിക്ക് 1 കപ്പ് ശർക്കര. ഞാനിപ്പോൾ അളന്നിരിക്കുന്ന ഒരു സാധാരണ സ്റ്റീൽ ഗ്ലാസ് ഉപയോഗിച്ചിട്ടാണ്. നിങ്ങൾക്ക് ഏത് ഗ്ലാസ്സോ കപ്പോ വേണമെങ്കിലും മെഷർമെൻറ്റിന് യൂസ് ചെയ്യാം. ഇനി റെഡിയാക്കി വെക്കേണ്ടത് ഒരു കട്ടിംഗ് ബോർഡിൽ അലുമിനിയം ഫോയിൽ നിരത്തി റെഡിയാക്കി വെക്കുക. അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് തടവി വെക്കുക. ഇതിലാണ് നമ്മളുടെ കപ്പലണ്ടി മിഠായി നമ്മൾ നിരത്താൻ പോകുന്നത്. അപ്പോൾ അതൊക്കെ പിന്നെ ചെയ്യാൻ നമുക്ക് സമയം കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് വേണം കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ. ഇതുകൂടാതെ നമുക്ക് ഒരു ചപ്പാത്തിയുടെ റോളിംഗ് പിന്നും കൂടി എടുത്തിട്ട് അതിലും കുറച്ച് നെയ്യ് തടവി റെഡിയാക്കി വയ്ക്കാം. അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ കപ്പലണ്ടി മിഠായി ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് രണ്ടും റെഡിയായി കഴിയുമ്പോൾ ഇനി കപ്പലണ്ടി വറുത്ത് തുടങ്ങാം. നല്ല കട്ടിയുള്ളൊരു പാത്രത്തിൽ മീഡിയം ഫ്ലെയിമിലിട്ട് ഏകദേശം ഒരു 8-10 മിനിറ്റോളം ഒന്ന് വറക്കുക. വല്ലാതെ ബ്രൗൺ ആകണ്ട, ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്നത് വരെ, ഒന്ന് ക്രിസ്പി ആവുന്ന വരെ വറക്കുക. എല്ലായിടത്തും ഒരുപോലെ ആവുന്നത് പോലെ ഇളക്കി വറക്കുക. ഇപ്പോൾ ഏകദേശം കറക്റ്റായിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്യുകയാണ്. വറുത്ത കപ്പലണ്ടി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഇനി അടുത്ത ജോലി ശർക്കര ഉരുക്കലാണ്. ഒരു പാത്രത്തിൽ ഞാൻ 1 ഗ്ലാസ് ശർക്കര ചീകിയതെടുത്തിട്ടുണ്ട്. ഇതിൽ കല്ലും മണ്ണും ഒക്കെ കാണും, അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് വേണം നമുക്ക് ഉപയോഗിക്കാൻ. അപ്പോൾ ഈ ശർക്കര ഉരുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കുകയാണ്. ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല, പിന്നെ അത് നമുക്ക് വറ്റി വരാനായിട്ട് ടൈം കൂടുതലെടുക്കും. അപ്പോൾ 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഗ്യാസ് കത്തിച്ചു. ഇനി അത് ഇളക്കി ശർക്കര ഉരുക്കുന്നത് വരെ ഇളക്കുക. ഇവിടെ പാകമൊന്നും ആവണ്ട, ജസ്റ്റ് നല്ലോണം ശർക്കര ഒന്ന് ഉരുകി വരുന്നവരെ മാത്രം അടുപ്പിൽ വെച്ചാൽ മതി. ഇനി അതിന് ശേഷം നമുക്കിത് തണുത്തിട്ട് അരിച്ചെടുക്കാനുള്ളതാണ്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തണുത്ത ശേഷം ഒരു അരിപ്പയിലൂടെ നമുക്കിത് അരിച്ചെടുക്കാം. ഞാനിപ്പോൾ അരിച്ച് നേരെ കപ്പലണ്ടി നമ്മൾ വറുത്തെടുത്ത അതേ ചീനച്ചട്ടിയിലേക്കാണ് ഒഴിക്കുന്നത്. ഇത് അരിച്ച് കഴിയുമ്പോൾ നമുക്ക് അവസാനം അതിൻ്റെ അഴുക്കൊക്കെ മാറിക്കിട്ടും. ഇപ്പോൾ ഗ്യാസ് ഓഫാണ്. ഇനി ഞാൻ വീണ്ടും തീ കത്തിക്കാൻ പോവാണ്. ഇതിലേക്ക് ഈ ശർക്കരയിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ കപ്പലണ്ടി മിഠായിക്ക് നല്ലൊരു ഷൈനിങ് ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ പഞ്ചസാരയും ശർക്കരയെല്ലാം കൂടി നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇത് കൂടാതെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് റെഡിയാക്കി വെക്കണം. അത് നമ്മുടെ ശർക്കരപ്പാനിയുടെ പാകം നോക്കാൻ വേണ്ടിയിട്ടാണ്. അത് വെച്ചിട്ട് വേണം ഇവിടെ അടുപ്പ് കത്തിക്കാനായിട്ട്. കൈവിടാതെ ഇനി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പാകമാവും. ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു തുള്ളി ഞാൻ ഈ വെള്ളത്തിൽ ഒഴിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി ഫ്ലോയിങ് കൺസിസ്റ്റൻസി ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ആയിട്ടില്ല. വീണ്ടും തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി തീ നല്ലോണം കുറയ്ക്കുകയാണ് നല്ലത്, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് പാകം കൂടിപ്പോകും. ഒന്നുകൂടി ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ഇപ്പോഴും ഒഴുകി നടക്കുന്ന പോലെയാണ്, ഉരുണ്ട് കിട്ടുന്നില്ല. ആ ഉരുണ്ട് കിട്ടുന്നതാണ് അതിൻ്റെ പാകം. ആ പഞ്ചസാര ചേർത്തത് കൊണ്ട് ആ ശർക്കരയ്ക്കൊരു നല്ല ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ വന്നിട്ടുണ്ട്.
ഇപ്പോഴും ആയിട്ടില്ല. പരിചയക്കുറവുള്ളവരാണെങ്കിൽ ഈ സ്റ്റേജിൽ വളരെയധികം ശ്രദ്ധിക്കണം. ഇടയ്ക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് തന്നെ മുമ്പോട്ട് പോവുക. കാരണം ഇവിടെ ഈ സ്റ്റെപ്പ് പാളിക്കഴിഞ്ഞാൽ നമ്മുടെ കപ്പലണ്ടി മിഠായി ശരിയാവില്ല. ചിലപ്പോൾ കല്ല് പോലെ ആയി പോവും എല്ലാം കൂടി. അപ്പോൾ 2-3 പ്രാവശ്യം ടെസ്റ്റ് ചെയ്യുക. ഏകദേശം ആവാറായിട്ടുണ്ട്. മിക്കവാറും ആയിട്ടുണ്ടാവും. നമുക്ക് നോക്കാം. ആയിട്ടില്ല, ഒന്നുകൂടി ആവാനുണ്ട്. ഈ സ്റ്റേജിൽ നമ്മൾ കപ്പലണ്ടി ഇട്ട് കഴിഞ്ഞാൽ അത് ഉറച്ച് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആ കറക്റ്റ് പാകമായിരിക്കണം. അപ്പോൾ അതാ ശർക്കര നല്ലപോലെ ചീനച്ചട്ടിയിൽ നിന്ന് വിട്ട് വരുന്നൊരു സ്റ്റേജ് ആയിട്ടുണ്ട്. കറക്റ്റായിട്ടുണ്ടാവണം. ഒന്നുകൂടെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഞാൻ കുറച്ച് ഫ്രഷ് വെള്ളം എടുത്ത് അതിലൊന്ന് ടെസ്റ്റ് ചെയ്യാണ്. ഇപ്പം നല്ലോണം ഉരുണ്ട് വരുന്നുണ്ട്. കല്ല് പോലെ ആയിട്ടുണ്ട്. നമുക്ക് തൊട്ട് നോക്കുമ്പോൾ ഒരു ഹാർഡ് ടെക്സ്ചർ ഫീൽ ചെയ്യാൻ പറ്റും. അതുപോലെ ഒന്ന് താഴെ ഇങ്ങനെ ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ, ഗ്യാസ് സ്റ്റൗവിൻ്റെ മുകളിലൊന്ന് ഇട്ട് നോക്കിയാൽ ഒരു കല്ലിടുന്ന ശബ്ദമായിരിക്കും കേൾക്കുക. ഇപ്പോൾ പാകം കറക്റ്റായി. ഇനി നമുക്കിതിലേക്ക് കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. നല്ല പോലെ മിക്സ് ചെയ്യണം. അത് പെട്ടെന്ന് ചെയ്യണം. കപ്പലണ്ടിയിൽ ശർക്കര എല്ലാ ഭാഗത്തും വരുന്ന മാതിരി നല്ല പോലെ മിക്സ് ചെയ്യുക. വളരെ സ്പീഡിൽ ചെയ്യേണ്ട കാര്യമാണ്. എന്നിട്ട് ഉടനെ തന്നെ നമ്മൾ നേരത്തെ നെയ്യ് തടവി വെച്ചിരിക്കുന്ന ആ പേപ്പറിൽ, അലുമിനിയം ഫോയിലിലേക്ക് ഇത് മാറ്റുക. ഇവിടെ സ്പീഡ് വളരെ പ്രധാനമാണ്. ഓരോ സെക്കൻഡ് കഴിയുന്തോറും കപ്പലണ്ടി കൂടുതൽ ഉറച്ചു പോകും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെയും വേഗത്തിലും ചെയ്യേണ്ട പ്രവൃത്തിയാണ്. അതുമാത്രമേ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടതുള്ളൂ. കപ്പലണ്ടി മിഠായി ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. പക്ഷേ അതിൻ്റെ ആ ശർക്കരയുടെ പാകവും ഈ നിരത്തുന്നതും എല്ലാം വളരെ കറക്റ്റായിട്ട് ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ വളരെ ഈസി ആയിട്ടും പെട്ടെന്ന് ഉണ്ടാക്കി തീർക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയുമാണ്. ഇപ്പം ഞാനത് ലെവൽ ചെയ്തു. ഞാൻ സൈഡൊക്കെ നമുക്കൊന്ന് ഒതുക്കി കൊടുക്കാം. ഇനി അതൊരു 5 മിനിറ്റ് ഇരുന്നോട്ടെ. ഒന്ന് ചെറുതായിട്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്കത് മുറിക്കാം. വല്ലാതെ തണുക്കണ്ട, അപ്പോഴും കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാകും. ഒരു 5 മിനിറ്റ് അത് കഴിയുമ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ കപ്പലണ്ടി മിഠായി റെഡി.